സുഹൃത്തുക്കളെ, ഏതൊരു കർഷകന്റെയും ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായിരിക്കും? അവരുടെ നിലം. പക്ഷേ നമ്മുടെ അടുത്തതായി വരുന്ന ഐഡിയ ബാസ്, അദ്ദേഹത്തിന്റെ കുടുംബം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കർഷകരായിരുന്നിട്ടും മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി സ്വന്തം നിലം തന്നെ പണയം വെച്ചിട്ടുള്ളവരാണ്. ലോകത്തിൽ ഏതൊരു സാധനത്തിനും അതിൻ്റെതായ വിലയുണ്ട്. അതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും ശരി, ബിസിനസ് ആകട്ടെ അല്ലെങ്കിൽ നിലമാകട്ടെ. പക്ഷെ നിഷ്കളങ്കമായ ഒരു ജീവിതത്തിന്റെ വില എന്തായിരിക്കും? നമ്മുടെ നാട്ടിൽ ഓരോ വർഷവും കുറച്ചെങ്കിലും കുട്ടികൾ ബോർവെൽ കിണറുകളിൽ വീഴാറുണ്ട്. ഇത്തരം അത്യാഹിതങ്ങളിൽ ഏകദേശം 10-ൽ 3 കുട്ടികളായിരിക്കും രക്ഷപ്പെടുന്നത്. 7 കുഞ്ഞുങ്ങൾ ഒരിക്കലും തിരിച്ചു വരാത്ത ലോകത്തേക്ക് പോകും. അവരെല്ലാം ഇവിടെ അവശേഷിപ്പിച്ചിട്ട് പോകുന്നത് ഒരേ ഒരു ചോദ്യമാണ്: ടെക്നോളജിയുടെ പടവുകൾ ചന്ദ്രനിലേക്ക് മാത്രം എത്തുന്ന രീതിയിൽ പരിമിതപ്പെടുത്തിയാൽ മതിയോ? അത് അതുപോലെ തന്നെ ഭൂമിയുടെ താഴേക്കും പോകേണ്ടതല്ലേ? ഈ ഒരു ചോദ്യം റെജുലയിലെ ഒരു കർഷകനെ വളരെയധികം അലട്ടിക്കൊണ്ടിരുന്ന ഒരു ചോദ്യമായിരുന്നു. ഒരിക്കൽ ഒരു കുട്ടിയെ ഇതുപോലെ പുറത്തെടുക്കാൻ നോക്കിയപ്പോൾ അവന് പുറത്തു വരാൻ പറ്റുന്നില്ല. അതിനടിയിലെ പ്രഷറിനെ കുറിച്ച് മറ്റും ആർക്കും അറിയില്ലായിരുന്നു. പിന്നെ ഉണ്ടായ തീരുമാനം ശരിക്കും പറയാൻ തന്നെ വിഷമുള്ള ഒരു കാര്യമാണ്. ബോർവെല്ലിൽ തന്നെ ഇട്ടങ്ങ് മൂടുക. ആ കുട്ടികളുടെ മാതാപിതാക്കളുണ്ടല്ലോ, അവര് പറയുന്നത് ഞങ്ങളുടെ കുഞ്ഞിന്റെ മൃതശരീരമെങ്കിലും ഒന്ന് എടുത്തു തരൂ എന്നായിരുന്നു. പക്ഷേ വന്നവർക്കൊന്നും അതിനും സാധിച്ചില്ല. അന്ന് ഈ കർഷകൻ മനസ്സിലൊരു പ്രതിജ്ഞയെടുത്തു: ഭാവിയിലെങ്കിലും ഇതുപോലെ നിഷ്കളങ്കരായ ജീവനുകളെ ഇരുട്ടിന്റെ ഗർത്തത്തിലേക്ക് പോകാൻ ഞാൻ അനുവദിക്കില്ല. അങ്ങനെയുള്ള കുട്ടികൾക്കെല്ലാം ഞാൻ പ്രതീക്ഷയുടെ വെളിച്ചമാകും. അപ്പൊ നമുക്ക് നിറഞ്ഞ കൈയടികളോടെ സ്വാഗതം ചെയ്യാം ഗുജറാത്തിലെ രാജുലയിൽ നിന്ന് വരുന്ന നേഹുലിനെയും മഹേഷിനെയും. നമസ്കാരം. നമസ്കാരം. രണ്ടുപേർക്കും സ്വാഗതം. നിങ്ങളുടെ പിച്ചിനായി നിങ്ങൾ തയ്യാറല്ലേ? തീർച്ചയായും സാർ. ഗുഡ് ലക്ക്. താങ്ക് യു സാർ. നമസ്കാരം ടൈറ്റൻസ്. ഞാൻ മഹേഷ്, ഇതെന്റെ കൂട്ടുകാരൻ മേഹുൽ. ഞങ്ങൾ ഗുജറാത്തിലെ ഒരു ചെറിയ പട്ടണമായ രാജുലയിൽ നിന്നാണ് വരുന്നത്. ടൈറ്റൻസ്, നിങ്ങളൊരു 12 ഇഞ്ച് വ്യാസത്തിലുള്ള കുഴിയെപ്പറ്റി ആലോചിക്കൂ. അതിന്റെ ആഴം ഏതാണ്ട് 500 അടിയിലധികമാണ്. അങ്ങനൊരു കുഴിക്കുള്ളിൽ ഒരു ചെറിയ നിഷ്കളങ്കനായ കുട്ടി വീഴുന്നു. അവന്റെ ചുറ്റും ഇരുട്ടായിരിക്കും. കാരണം എന്തായാലും അതിനകത്ത് പ്രകാശമൊന്നും കാണില്ലല്ലോ. ശ്വാസം മുട്ടുന്നുണ്ടാവും, കാരണം അവിടെ ഓക്സിജൻ ഉണ്ടാവില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു കൊച്ചു കുട്ടിക്ക് കുറച്ച് മണിക്കൂറുകൾ മുതൽ കുറച്ച് ദിവസങ്ങൾ വരെ ഇരിക്കേണ്ടി വന്നാലോ? അപ്പൊ ആ കുഞ്ഞിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്കെല്ലാവർക്കും മിക്കവാറും അറിയുന്ന കാര്യമായിരിക്കും. 2006 പ്രിൻസ് എന്ന് പറയുന്ന ഒരു കൊച്ചു പയ്യൻ ബോർവെല്ലിനകത്ത് വീണിരുന്നു. അവനെ രക്ഷിക്കാൻ നമുക്ക് 2 ദിവസത്തിൽ കൂടുതലാണ് വേണ്ടി വന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. ആ അപകടത്തിന് ശേഷവും നമ്മുടെ രാജ്യത്ത് ഓരോ വർഷവും ഇതുപോലെ ധാരാളം അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത്തരം അപകടങ്ങളിൽ നിന്ന് കുട്ടികളെ കൂടുതലും രക്ഷിക്കാൻ സാധിക്കാറില്ല. ഈ പ്രശ്നത്തെ കാര്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട അമിതാഭ് ബച്ചൻ പോലും ഒരു ട്വീറ്റ് ഇറക്കിയതാ. അതായത്, നമ്മൾ മിസൈൽ വരെ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ബോർവെല്ലിൽ വീണുപോയ ഒരു കുട്ടിയുടെ അടുത്തേക്ക് എത്താൻ പറ്റിയ ടെക്നോളജി ഉണ്ടാക്കുന്നില്ല. ഞാനൊരു കർഷക കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ന്യൂസുകൾ എന്റെ മുന്നിൽ അടിക്കടി വന്ന് പോകാറുണ്ട്. അപ്പോ ഇതൊരു വലിയ പ്രശ്നം തന്നെയാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഈ പ്രശ്നത്തിന്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ഒരു ശ്രമത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് ഈ പ്രശ്നത്തിന് ഒരു നല്ല സൊല്യൂഷൻ കിട്ടുകയും ചെയ്തു. ഞങ്ങളുടെ റെസ്ക്യൂ ബോട്ടായ ബോർവെൽ റെസ്ക്യൂ റോബോട്ട്. ടൈറ്റൻസ്, ഈ റോബോട്ട് പ്രോട്ടോടൈപ്പ് രൂപത്തിലുള്ളതാണ്. പൂർണ്ണമായും ഭാരതത്തിൽ തന്നെ നിർമ്മിച്ചതാണ്. AI എനേബിൾഡും ആണ്. ഈ റോബോട്ട് എവിടെയെങ്കിലും ഒരു ബോർവെല്ലിൽ കുടുങ്ങിയ കുട്ടി ഉണ്ടെങ്കിൽ അങ്ങോട്ട് ചെന്നിട്ട് നമുക്ക് ഈ റോബോട്ടിന്റെ സഹായത്തോടെ ആ കുട്ടിയെ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ആ കുട്ടിയെ സുരക്ഷിതമായി റെസ്ക്യൂ ചെയ്യാൻ പറ്റും. ഈ റോബോട്ട് ബോർവെല്ലിനകത്തു പോവും, കുഞ്ഞിനെ സ്കാൻ ചെയ്യും, ആവശ്യമായ അളവിൽ ഓക്സിജൻ കൊടുക്കും, വ്യത്യസ്തമായ എക്യുപ്മെന്റുകൾ കൊണ്ട് ആ കുട്ടിയെ പിടിക്കുകയും ചെയ്യും. അങ്ങനെ ആ കുട്ടിക്ക് വലിയ പരിക്കുകളൊന്നുമില്ലാതെ അവനെ പുറത്തേക്ക് എടുക്കുകയും ചെയ്യും.
ടൈറ്റൻസ്, അപ്പൊ ഞങ്ങളുടെ വിഷൻ ഈ റോബോട്ടിനെ ഇന്ത്യയിലെ എല്ലാ മൂലകളിലേക്കും എത്തിക്കുക എന്നാണ്. ഇനി ഭാവിയിൽ ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടായാൽ നിഷ്കളങ്കനായ ഒരു കുഞ്ഞ് ഇതുപോലെ ബോർവെലിനകത്ത് പെട്ടാൽ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ഈ റോബോട്ട് പ്രയോജനപ്പെടണം. അങ്ങനെ നമ്മുടെ നാട്ടിൽ ആ രീതിയിൽ ഇനിയെങ്കിലും ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടരുത്. ഇനിയും ഏതെങ്കിലും പാവപ്പെട്ട കുടുംബങ്ങൾക്ക് അവരുടെ പിഞ്ചോമനയെ ഇതുപോലുള്ള ദുരന്തങ്ങളിൽപ്പെട്ട് അവർക്ക് നഷ്ടമാകാൻ ഇടയാകരുത്. ഇതാണ് ഞങ്ങളുടെ സ്വപ്നം. ആ സ്വപ്നം നിങ്ങളുടെ സഹായമില്ലാതെ സഫലമാവുകയും ചെയ്യില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഈ സ്വപ്നം സഫലമാകാൻ ഞങ്ങളെ സഹായിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അപ്പോൾ ഒരു കാര്യം പറയൂ, ഇതുപോലെ ഒരു റോബോട്ടിനെ ഉണ്ടാക്കാൻ നിങ്ങൾ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ടാവും, അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് പണവും ചെലവായിട്ടുണ്ടാവും. അപ്പോൾ ആ പൈസ ഒക്കെ എങ്ങനെ അറേഞ്ച് ചെയ്തത്? എന്റെ അടുത്ത് ഒരു 20 ലക്ഷം രൂപയോളം സേവിങ്സിലുണ്ടായിരുന്നു. അത് ഞാൻ ഓൾറെഡി ഇതിൽ ഇറക്കിയിട്ടുണ്ട്. പിന്നീട് അതിനുശേഷം എനിക്ക് അതിന്റെ 3rd പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കണമായിരുന്നു. പക്ഷെ അതിന് എന്റെ കയ്യിൽ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇതുവരെയും ഞങ്ങൾ ഇതിനു വേണ്ടി ചെലവാക്കിയതൊക്കെ മാത്രമല്ല, ഞങ്ങള് 15ഓളം റെസ്ക്യൂല് ഇത് കൊണ്ടുപോയി പങ്കെടുക്കുകയും ചെയ്തു. അതെല്ലാം ശരിക്കും സൗജന്യമായിട്ടുള്ള സർവീസ് തന്നെയായിരുന്നു. പിന്നെ എന്റെ അച്ഛൻ വളരെ ചെറിയൊരു കർഷകനാണ്. അപ്പോ അദ്ദേഹം പറഞ്ഞു, നമ്മളെന്തായാലും നാടിന് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം തുടങ്ങി വെച്ചിട്ടുണ്ടല്ലോ, അത് ഏതവസ്ഥയിലും പൂർത്തിയാക്കിയേ പറ്റൂന്ന്. അങ്ങനെ അച്ഛൻ ഞങ്ങൾക്കുണ്ടായിരുന്ന നിലം അത് പണയം വെച്ചു. അതിൽ നിന്ന് എനിക്കൊരു 20 ലക്ഷം രൂപ തന്നു. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഒരുക്കങ്ങൾ മറ്റും നടത്തിയിട്ടാണ് ഈ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളുടെ കഥ മനസ്സിലായി, ഇതിന് തുടക്കം കുറിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലായി, അതുപോലെ ഇതിന്റെ ഉദ്ദേശം എന്താണെന്നും മനസ്സിലായി. ഇന്ന് നമ്മുടെ കൂടെ പ്രൊഫസർ പ്രഭു സാർ ഇവിടെ ഉണ്ട്. അദ്ദേഹം സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരു റോബോട്ടിനെ ഉണ്ടാക്കിയ വ്യക്തിയാണ്. ബോർവെൽ റെസ്ക്യൂ വിഷയത്തിലും ഇദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൊഫസർ സാർ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? വളരെ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണിത്. നിങ്ങളുടെ ഒരു ബിസിനസ് മോഡൽ എങ്ങനെയാണ്? ഇത് സെയിൽ ചെയ്യാനാണോ അതോ ലൈസൻസ് എടുക്കാനാണോ അല്ലെങ്കിൽ മെഷീൻ കൊണ്ട് സർവീസിന് ഇറങ്ങാൻ വേണ്ടിയാണോ? എന്താ ഉദ്ദേശിക്കുന്നത്? ഇതിപ്പോ ഞങ്ങളുടെ ഒരു ഐഡിയ മാത്രമാണ്. നമ്മുടെ ഈ 1-2 പ്രോട്ടോടൈപ്പ് റെഡിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് വലിയ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ കണ്ട് ഇത് നമ്മുടെ ഇൻവെൻഷനാണ്, നമ്മുടെ രാഷ്ട്രത്തിന് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഈ മഹത്തായ ഐഡിയയുടെ പ്രവർത്തനം നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കാണിക്കാൻ പറ്റുമോ? പിന്നെന്താ, ഉറപ്പായിട്ടും. പ്ലീസ്. ശരി സാർ. ഇപ്പോൾ എവിടെയെങ്കിലും ഒരു കുട്ടി ബോർവെല്ലിൽ വീണെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഈ കാണുന്ന മൊത്തം ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, നമ്മുടെ NDRFO, HDRFO അങ്ങനെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടെ റോബോട്ടിനെ ബോർവെല്ലിനകത്തേക്ക് ഇറക്കുന്നു. ഇതാദ്യം കുഞ്ഞിനെ സ്കാൻ ചെയ്യുന്നു, അതിനു വേണ്ട ഓക്സിജൻ ആവശ്യത്തിനുള്ള അളവ് കൊടുക്കുന്നു. ഇനിയിപ്പോ ചിലപ്പോ കുട്ടിക്ക് ഫുഡ് ആവശ്യമുണ്ട്, അത് കുട്ടിക്ക് കഴിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ലിക്വിഡ് രൂപത്തിൽ കൊടുക്കുകയും ചെയ്യും. ഇനിയിപ്പോ കുഞ്ഞിന് സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണെങ്കിൽ കുഞ്ഞിനോട് നമുക്ക് ഇതിലുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അനുസരിച്ച് കുഞ്ഞിനോട് നമുക്ക് സംസാരിക്കാനും പറ്റും. അപ്പോൾ കുട്ടിക്ക് ഒരു പ്രതീക്ഷയായല്ലോ, ആരോ ഒരാൾ എനിക്ക് വേണ്ടി വരുന്നുണ്ട്. അപ്പോ ഇതിനകത്ത് സെൻസറുണ്ട്, മൈക്രോഫോൺ ഉണ്ട്, സ്പീക്കറും എല്ലാം ഉണ്ട്. മുകളിലേക്ക് കൊണ്ടുപോകും. ബിസിനസിനെ കുറിച്ച് എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? സാർ, അത് പിന്നെ ബേസിക്കലി ഒരു ഐഡിയ എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ റോബോട്ട് ഉണ്ടാക്കിയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന് വിൽക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് ഈ റോബോട്ടിനകത്ത് തന്നെ ചില അപ്ഡേഷൻ കൊണ്ടുവരേണ്ടതുണ്ട്. അതായത് ഈ റോബോട്ട് സ്പെസിഫിക്കലി ബോർവെല്ലിന് മാത്രം ആവാതെ ഇനിയിപ്പോ വല്ല കിണറോ കുളങ്ങളോ വല്ല നദികളോ തടാകങ്ങളോ അവിടെയൊക്കെ പല രീതിയിൽ അപകടങ്ങൾ നടന്നിട്ട് ആളുകൾ കുടുങ്ങി പോവാറുണ്ട്. അപ്പോ അവിടെയും റെസ്ക്യൂ നടത്താൻ വേണ്ടി ഇതൊരു ആക്ച്വലി നമ്മുടെ കയ്യിൽ ഒരു പ്രോപ്പർ ടെക്നോളജി ഇല്ല. അപ്പൊ നമ്മൾ ഇതിൽ തന്നെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുന്നു. അപ്പൊ ഈ ഒരു ഒറ്റ പ്രോഡക്റ്റ് തന്നെ എല്ലാ ഭാഗത്തും പ്രയോജനപ്പെടുന്നു. സാർ, എന്താ ചെയ്യേണ്ടതെന്ന് ഇദ്ദേഹം പറഞ്ഞു. ഇനി എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾ വേണം പറയാൻ. മഹേഷ്, നിങ്ങളുടെ ഇന്ത്യയിൽ മൊത്തം ഡാറ്റാസ് ഉണ്ടോ? അതായത് ഇതുപോലെ ഓരോ വർഷവും എന്തുമാത്രം അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്? വർഷത്തിൽ ഏതാണ്ട് 40 മുതൽ 60 വരെ ഇത്തരം അപകടങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് അറിവ്. അല്ല, പർട്ടിക്കുലർ ആയിട്ട് എന്തെങ്കിലും സ്റ്റേറ്റ് ഉണ്ടോ കൃത്യമായ ഡാറ്റ കിട്ടുന്നത് പോലെ? അതെ, ഏറ്റവും കൂടുതലായിട്ട് ഇത് കാണുന്നത് രാജസ്ഥാനിലും ഹരിയാനയിലുമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ഈ പ്രോട്ടോടൈപ്പ് പ്രൊഡക്ഷൻ തുടങ്ങുകയാണെങ്കിൽ ഒരു 12 ഉണ്ടാക്കാം, 15 ഉണ്ടാക്കാം, അല്ലെങ്കിൽ 24 ഉണ്ടാക്കാം. നിങ്ങളുടെ കണക്കിൽ അതിന് എത്ര ചെലവ് വരും? സാറ്, അതിപ്പോ എന്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് ഏതാണ്ട് 30 ലക്ഷത്തിനടുത്ത് അതിന്റെ ഒരു കോസ്റ്റ് വരും. ഏതിലാണ് ഇതിന് കൂടുതൽ ചെലവ് വരുന്നത്? സാർ, ഇതിന്റെ ഒരു ടെക് ഉണ്ടല്ലോ, അതായത് ഇതില് റോബോട്ടിസം ഉണ്ടാക്കുന്ന ചില പാർട്സ് ഉണ്ടല്ലോ, അതിനാ കൂടുതൽ വരുന്നത്. ഞങ്ങളുടെ ഒരു ടീമുണ്ട്, ഡെൽ അഡ്വഞ്ചർ. മഹാരാഷ്ട്രയിൽ ധാരാളം റെസ്ക്യൂ ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്, ആക്സിഡന്റ് വിക്ടിംസിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. മൗണ്ടനിയറിംഗ് ടീമാണ്. അപ്പോൾ അവരുടെ അറിവൂടെ ചേർത്ത് നമ്മൾ ഇതിൽ ഉപയോഗിക്കുകയാണെങ്കിൽ പ്രോഡക്റ്റ് ഡെവലപ്മെന്റിൽ ഞങ്ങൾക്ക് നിങ്ങളെ ഫുൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ശരി സാർ.
അതുപോലെ ഞങ്ങൾ XCSR വഴിയിലൂടെ ഇതിനെ അപ്രോച്ച് ചെയ്യാം. പിന്നെ എന്റെ ഒരു കണക്കിൽ 25 ലക്ഷം രൂപ ഇതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ ലൈൻ ഉണ്ടാവുമെന്ന് മേക്ക് ഷുവർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇതൊരു വ്യവസായമാകും. അതെ സർ. അങ്ങനെ നമുക്ക് ഈ രാജ്യം മുഴുവനും ഒരു 40 കുട്ടിയെങ്കിലും രക്ഷിക്കാൻ പറ്റണം. ശരി സാർ. വെരി ഗുഡ്. അതുപോലെ ബാക്കി ടൈറ്റൻസിനോടും എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മൾ തമ്മിലൊരു ഫണ്ട് ഉണ്ടാക്കി 5 ലക്ഷം രൂപ ഇടുകയാണെങ്കിൽ അത് തന്നെ 25 ലക്ഷം രൂപയാകും. ഞാൻ 25 കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് മൊത്തം 50 ലക്ഷം രൂപയാവും. അപ്പോൾ ഈ റിസർച്ച് ക്യാൻ ബി ഷെയർഡ് അക്രോസ് വിത്ത് IIT ചെന്നൈ. IIT മദ്രാസിലെ പ്രീ ഇൻക്യുബേറ്റർ ത്രൂ അതിലൂടെ ഒരു 7 lakhs എനിക്കും കമ്മിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സർ താങ്ക് യു സർ. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഗോൾഡൻ യോക്കിന്റെ ഭാഗത്തുനിന്ന് ജിമ്മി സാറ് പറഞ്ഞതുപോലെ 5 ലക്ഷം തരാൻ ഞാനും തയ്യാറാണ്. താങ്ക് യു സർ. എനിക്ക് പറയാൻ തോന്നുന്നത് മഹേഷ്, ഇപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കിയ രീതി, അത് ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റാർട്ടപ്പ് എന്ന രീതിയിലാണ് ഇവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനകത്തുള്ള കാര്യങ്ങൾ, ഇതിലുള്ള ഇമ്പാക്റ്റ്, അത് സോഷ്യൽ ഇമ്പാക്റ്റ് ആയാലും നാഷണൽ ഇമ്പാക്റ്റ് ആയാലും ഇതൊരു ചെറിയ സ്റ്റോറി അല്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഇത് വളരെ വലിയ സ്റ്റോറിയാണ്. മാത്രമല്ല, നിങ്ങൾ വലിയൊരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് ആണ് എടുത്തിരിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ഫാദറും എടുത്തിരിക്കുകയാണ്. അപ്പോൾ സീരിയസ്ലി, നിങ്ങളുടെ കഥ കേട്ടപ്പോൾ തന്നെ ശരിക്കും എന്താ ഞാൻ പറയാ, ഇമോഷണൽ ആയി പോയി അല്ലേ? പിന്നെ ഞാൻ ശരിക്കും ചിന്തിച്ചു പോകുന്നത്, ഇങ്ങനെയുള്ള സ്റ്റോറി TV-യിൽ കാണുമ്പോൾ നമ്മുടെയൊക്കെ കണ്ണുകൾ നിറഞ്ഞു പോകും. പക്ഷേ ഏതൊരു പാരന്റ്, ഏതൊരു അച്ഛനോ അമ്മയോ അവരുടെ കുഞ്ഞ് ഇതിൽ വീഴുമ്പോൾ അവർക്ക് നിങ്ങളൊരു ദൈവം തന്നെയാണ്. 60, 70, 40 ജീവനുകളെ നിങ്ങൾക്ക് 0-യിൽ എത്തിക്കാനാവുമെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു കോൺട്രിബ്യൂഷനോ ഇതിനേക്കാൾ വലിയൊരു അച്ചീവ്മെന്റോ വേറെ ഒന്നും ഇല്ലെന്ന് തന്നെ പറയാം. ഇത് വളരെ നല്ല രീതി തന്നെയാണ്. അച്ചീവ്മെന്റ് ആയാലും ഫണ്ടിങ് ആയാലും നമുക്ക് നല്ലൊരു കയ്യടിയോടെ ഇവരെ അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്. നിങ്ങളുടെ ഈ ഒരു ആശയം കേട്ടിട്ട് എനിക്കും മനസ്സ് നിറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇവരോടൊപ്പം ഒരു 5 ലക്ഷം രൂപ. 10 ലക്ഷം ഇടുമെന്നാ ഞാൻ കരുതിയത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഐഡിയ ബസ് എന്ന് പറഞ്ഞാൽ അതാണ്. ഇവിടെ ഐഡിയകളുടെ ശക്തി അനുസരിച്ച് വലിയ വലിയ അത്ഭുതങ്ങളൊക്കെ നടക്കും. എത്ര വലിയ ഐഡിയ ആയാലും ചെറിയ ഐഡിയ ആയാലും ഇവിടെ കാണാൻ ആഗ്രഹമുണ്ട്. അത് നിങ്ങളിലേക്ക് എത്തിക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ അച്ഛനെ ഇവിടെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട് സർ. എങ്കിൽ പിന്നെ പ്ലീസ് ഇദ്ദേഹത്തിന്റെ അച്ഛനെ കൂടി ഇങ്ങോട്ടേക്ക് ക്ഷണിക്കൂ. മഹേഷ് ഭായി, നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാരനും നിങ്ങളുടെ അച്ഛനും ഹാർദവമായ സ്വാഗതം വരളുന്നു. അതോടൊപ്പം ഞങ്ങൾ നിങ്ങൾ ചെയ്ത ഈ ഫാന്റാസ്റ്റിക് വർക്കിന് മുന്നിൽ നമിക്കുകയാണ്. ഇപ്പോ ഞങ്ങളെല്ലാവരും നിറഞ്ഞ ഹൃദയത്തോടെ നിങ്ങൾ ചെയ്ത ഈ വലിയ കാര്യത്തിനെ മനസ്സാ സ്വീകരിക്കുകയാണ്. സല്യൂട്ട് യു. സാർ, നിങ്ങളുടെ മകൻ പറഞ്ഞിരുന്നു ഇതുവരെ ഏതാണ്ട് 15ഓളം ജീവനുകൾ നിങ്ങൾ രക്ഷപ്പെടുത്തിയെന്ന്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം താങ്കളോട് പറയുന്നുണ്ട്. કારણ કે હું પોતે અભણ છું, મને મારી પોતાની સહી કરતા પણ નથી આવડતી. એટલે મને મારા આત્માની અંદર એમ હતું કે હું ભલે અભણ રહ્યો પણ મારા દીકરાને મારે અભણ નથી રાખવો. એટલે મેં ભણાયો ને ભણાવવામાં મેં તંગતોડ મહેનત કરી ને એને ભણ્યા પછી સફળતા મેળવીને એને પ્રાઇવેટ નોકરી પણ શરૂ કરી દીધી. ને એને આ જે લાઈવમાં ટીવીમાં જોયું ને એને એમ થયું કે આ કરવું જરૂરી છે આપણા હિન્દુસ્તાન માટે. એ જે વાત કરી એનો મને ગૌરવ હતો કે મારો દીકરો જો બીજાના દીકરાને બચાવી શકતો હોય તો આની અંદર તંગતોડ મહેનત કરીને જેટલી મારીથી મદદ થાય એટલી કરી શકું. ഇത്തരം വികാരങ്ങൾ നമ്മുടെ രാജ്യത്തുള്ളിടത്തോളം ഒരു സൂപ്പർ പവർ ആവുന്നതിൽ നിന്ന് നമ്മളെ ആർക്കും തടയാനാവില്ല. വളരെയധികം നന്ദിയുണ്ട് സാർ ഇങ്ങോട്ടേക്ക് വന്നതിന്. Thank you very much. Thank you very much for being here. Congratulations. അഭിനന്ദനങ്ങൾ. കൺഗ്രാറ്റുലേഷൻസ്. കൺഗ്രാജുലേഷൻസ് മഹേഷ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദ ഗുഡ് വർക്ക്. Thank you, sir. വളരെ നല്ല കാര്യമാണ് ചെയ്തേ. വെൽ ഡൺ.